Hi, hello, it's me Shahana and welcome back to my channel. Today's video is about a cafe and its name is Booma, otherwise known as the Owl Cafe. ഈ cafe ഉള്ളത് അബുദാബിയിലാണ്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് യുണീക്ക് cafe ആണ്. ജാപ്പനീസ് ആനിമൽ കഫേയിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് തുടങ്ങിയ ഒരു കഫേയാണ് ബൂമ. അപ്പം ഇന്നത്തെ വീഡിയോ അവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക, വാച്ച് ടിൽ ദ എൻഡ് ആൻഡ് ലീവ് യുവർ കമൻറ്റ്സ് ബിലോ. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ജാപ്പനീസ് ആനിമൽ കഫേയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ബൂമ കഫേ അബുദാബിയിലെ അൽസീഫ് വില്ലേജ് മോളിനകത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പാർക്കിങ്ങിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ബൂമ വരെ എന്ന് പറയുന്നത്. ഈ വാക്ക് ചെയ്യുന്ന ഏരിയ എല്ലാം വളരെ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഓരോ കോർണേഴ്സും നന്നായി ആർക്കിടെക്ചറലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ആനിമൽസും ബേർഡ്സും ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ യു ക്യാൻ ട്രൂലി ചൂസ് ദിസ് കഫേ. നമുക്കൊരു ഇൻക്രെഡിബിൾ എക്സ്പീരിയൻസ് തരാൻ കഴിവുള്ള ഒരു പ്ലേസാണ് ഈ ബൂമ കഫേ. ഇവിടെ 9 മുതൽ 10 ഔൾസിനെ വരെയാണ് ഇവർ ഇവിടെ റിസൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ബേർഡ്സിനെ എല്ലാം യൂഷ്വലി അവർ ഡിസ്പ്ലേ ചെയ്യുന്നത് മറ്റൊരു റൂമിലാണ്. അതുകൊണ്ട് കഫേ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല. പക്ഷേ നമുക്ക് കഫേയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഔൾസിനെ കാണാൻ പറ്റും. കൺട്രോൾഡ് ടെമ്പറേച്ചറിൽ പ്രോപ്പർ കെയർ കൊടുത്തിട്ടാണ് ഇവരിവിടെ ഈ ഔൾസിനെ എല്ലാം വളർത്തുന്നത്. നമുക്ക് ഇവരെ കണ്ടുകൊണ്ടിരുന്ന് നന്നായിട്ട് ഒരു കോഫി ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. So all of them are okay. You can use your full hand or you can give a little scratch with all your fingers gently. That's alright on all of them except the white one. This one doesn't like all of that. If you use your full hand or lots of fingers, it doesn't want that. He only wants to be touched with one finger only. Just one. Even if you put one finger then you put another one, he knows it's two. He only wants one finger only. Or you can do the chest on this one. Only this one on the chest. But show your hand, one finger to the eyes, on the chest, but the other one, all of them, show your hand. You can stroke them only on the top of their head. There you go. ഇവൻ്റെ പേരാണ് മാർസ്. ഏഷ്യൻ വുഡ് ഔളാണ്. 10 വയസ്സാണ് പ്രായം. തൊട്ടടുത്തിരിക്കുന്നത് ലൂണ, മിൽക്കി ഔളാണ്. 4 വയസ്സാണ് അവൻ്റെ പ്രായം. ഇവൻ നെപ്റ്റ്യൂൺ, സ്നോയി ഔളെന്ന് പറയും. പോളാർ ഏരിയയിലൊക്കെ കാണുന്ന ഔൾസാണ്, വൈറ്റ് കളർ. പിന്നീട് തൊട്ടടുത്തിരിക്കുന്നത് സണ്ണാണ്. ലൂണയാണ് കൂട്ടത്തിൽ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഇത് ലൂണയാണ്. 4 വയസ്സേ ഉള്ളൂ. വളരെ കുഞ്ഞായതുകൊണ്ട് പെട്ടെന്ന് നമ്മളുമായിട്ട് ഇണങ്ങും. ഇതാണ് ഗോസ്റ്റും വീനസും. ഒരാൾക്ക് 7 വയസ്സ്, ഒരാൾക്ക് 14 വയസ്സ്. ഇതാണ് സൺ. കൂട്ടത്തിൽ ഏറ്റവും വലിയത് സണ്ണാണ്. ഇതാണ് തൂഫ UAE ഔളാണ്. 6 വയസ്സ് പ്രായമുള്ള ബേൺ ഔളാണ് ഇവർ. ഇവരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ കയ്യിലെടുത്താൽ നമ്മുടെ തിരിക്കും. തലയിൽ ഇങ്ങനെ പതിയെ അവർക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യില്ല. ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നമുക്ക് സെപ്പറേറ്റ് ഫീ കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ റൂമിൽ അവർ നമ്മളെ എൻട്രി ചെയ്യത്തുള്ളൂ. ഇവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഔൾസാണ്. ആരെയും അങ്ങനെ ഉപദ്രവിക്കുകയൊന്നുമില്ല. നമ്മളവരെ കെയർഫുള്ളായിട്ട് ടച്ച് ചെയ്താൽ മാത്രം മതി. എല്ലാവർക്കും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. 14 വയസ്സ് വരെ പ്രായമുള്ള ഔൾസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. തലയിൽ വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്നോളും. അല്ലെങ്കിൽ ചെസ്റ്റിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്താൽ അവർ സോഫ്റ്റായിട്ടേ ബിഹേവ് ചെയ്യുള്ളൂ. കൂട്ടത്തിൽ ഏറ്റവും വലിയ ആൾ സണ്ണാണ്. സണ്ണൊരു യുറേഷ്യൻ ഈഗിൾ ഔളാണ്. 7 വയസ്സാണ് സണ്ണിൻ്റെ പ്രായം. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷെ ഒരുപാട് നേരം അങ്ങനെ കയ്യിലിരിക്കില്ല. പക്ഷെ നമ്മളെ അത് അറ്റാക്ക് ചെയ്യൊന്നുമില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബോഡിയിലും തലയിലും ഒക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വളരെ കൂളായിട്ട് നമ്മുടെ കയ്യിലിരിക്കും.
ഇവർക്കൊക്കെ പ്രോപ്പർ കെയറും റെസ്റ്റും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഇവരെ വളർത്തുന്നത്. ഇവർക്കൊക്കെ ഒരു പേഴ്സണൽ ട്രെയിനറുണ്ട്. ചാർലിയാണ് അവിടുത്തെ പേഴ്സണൽ ട്രെയിനറായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. സോ അവർ നമുക്ക് ഇവരെ എടുക്കേണ്ട രീതികളും ടച്ച് ചെയ്യേണ്ട രീതികളും ഇവരെ ഹോൾഡ് ചെയ്യേണ്ട രീതികളും ഒക്കെ പറഞ്ഞു തരും. ഇത് സ്നോയി അവള്. ഇവൻ നമ്മുടെ അടുത്ത് അങ്ങനെ വരുത്തൊന്നുമില്ല. നമ്മളിങ്ങനെ 1 ഫിംഗർ വെച്ച് മാത്രമേ അതിൻ്റെ ഹെഡിൽ മസാജ് ചെയ്യാൻ പാടുള്ളൂ. 1 ഫിംഗർ കൂടി പോയാൽ പോലും അവർ നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കില്ല. സോ ഇവരെ ഒന്നും അങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യാൻ തരില്ല. വേറെയും കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇവരൊന്നും അങ്ങനെ ഫ്രണ്ട്ലി ആകത്തില്ല. അതുകൊണ്ട് തന്നെ അവരെ ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടി ഇവർ കൊടുക്കാറില്ല. വളരെ കംഫർട്ടബിളായിട്ട് അവരെ ഹെൽത്തി ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരൊക്കെ പുതുതായിട്ട് വന്ന ഔൾസാണ്. ഡിഫറെൻറ്റ് സ്പീഷീസിൽപ്പെട്ട 9 മുതൽ 10 ഔൾസിനെ വരെയാണ് ഇവരിതിനകത്ത് ടേക്ക് കെയർ ചെയ്യുന്നത്. സ്നോവി ഔൾ മുതൽ ഈഗിൾ ഔൾസ് വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. സോ ഈ ഒരു കഫേ ഓപ്പൺ ആവുന്നതെന്ന് പറയുന്നത് 1 മണിക്ക് ശേഷമാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് പോയാൽ മാത്രമേ നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഔൾസ് എന്ന് പറയുന്നത് നൊക്ട്യൂറൽസ് ആണല്ലോ. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള കെയറും റെസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സമയത്തിന് ശേഷം കഫേ ഓപ്പൺ ആവുന്നത്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കഫേ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സുവനീസ് വാങ്ങിക്കാം. അതായത് ഈ 9 ഔൾസിൻ്റെ ചെറിയ മിനിയേച്ചേഴ്സ് അവിടെയുണ്ട്. നമുക്കത് കളക്ട് ചെയ്യാം. 60 ദിർഹംസ് എന്തോ ആണ് അതിൻ്റെ ഒരു ഫീ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ.